ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഇതാ നമ്മൾ അടുത്തൊരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മൂന്നാറിലെ കുറച്ച് കാഴ്ചകളാണ്. നമ്മുടെ മൂന്നാറിലെ ഒരു ബോട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകളാണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വഴി തെറ്റിയാണ് ഗൈസ് വന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ പറയാവേ. അപ്പം നമ്മൾ മൂന്നാറിൻ്റെ കഴിഞ്ഞ 4 വീഡിയോസും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഈ വ്ളോഗിലോട്ട് വരാം. ഇതാ ഈ നടന്നു പോണ ഈ കുഞ്ഞുപുഴു ഇല്ലേ, ഇവന് സ്ട്രോബെറി വേണമെന്ന് ഒരേ വാശി. എനിക്ക് സ്ട്രോബെറി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് അതുപോലെ സ്ട്രോബെറി തോട്ടത്തിൽ നിന്ന് തന്നെ അവന് പറിച്ച് കഴിക്കണം എന്നുള്ള ആഗ്രഹം. പിന്നെന്താണ്, ഒരു 4 വയസ്സായ കുട്ടിയുടെ ആഗ്രഹമല്ലേ എന്ന് കരുതി നമ്മൾ താഴെ മുതൽ മോള് വരെ സ്ട്രോബെറി തോട്ടവും അന്വേഷിച്ച് നടന്നതാണ് ഗീസ്. അവസാനം നമ്മൾ ചെന്നെത്തിയത് അവിടെയാണ്. എന്നാൽ ഇവിടെ വന്നിട്ട് നമുക്ക് സ്ട്രോബെറി തോട്ടമൊന്നും കാണാൻ പറ്റിയില്ല. കുറച്ച് സ്ട്രോബെറിയുടെ ഇലയും കണ്ട്, അതുപോലെ തന്നെ നമുക്ക് നല്ല ഫ്രഷ് സ്ട്രോബെറിയും കിട്ടി. ഇത്രേ കിട്ടിയുള്ളൂ. പിന്നെന്താണ്, ഇവിടെ വന്നിട്ട് എന്താണ് നമുക്ക് നഷ്ടമല്ല കേട്ടോ. നല്ല സൂപ്പർ സ്ഥലം വരുന്ന ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ചെടികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. പിന്നെ ഒരു വിഷമം, നമുക്ക് അറിഞ്ഞുകൂടാതെ നമ്മൾ വന്നതല്ലേ. ഇവിടെ ഒരു 5 മണിക്ക് ശേഷം വരുന്നതാണ് കേട്ടോ. സൂപ്പർ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ പൊന്നി വമ്പ സെറ്റപ്പാണ് കേട്ടോ. പക്ഷേ എന്താണ്, നമ്മൾ പകലാണ് വന്നത്. കാരണം നമുക്ക് ഇത് അറിഞ്ഞുകൂടാ, ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ കുറേ ബോർഡുകളുണ്ട്. ബോട്ടാണിക്കൽ ഗാർഡൻ, ഗവൺമെൻറ് ബോട്ടാണിക്കൽ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ബോർഡുകളുണ്ട്. നമുക്കങ്ങനെ അങ്ങോട്ട് ഇറങ്ങാനായിട്ടുള്ളൊരിത് തോന്നിയില്ല. പക്ഷേ ഇങ്ങനെ തിരക്കി നടന്ന് വഴിയിലൊരാൾക്ക് ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഇവിടെ കാണുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനും അവരത് പ്ലാന്റേഷൻ ചെയ്തേക്കുന്നതേ ഉള്ളൂ, നട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കായൊന്നും വന്നിട്ടില്ല. പക്ഷേ എന്താണ്, ഇവിടെ സ്ട്രോബെറി ഇതിൻ്റെ എന്താണ് നല്ല ഓർഗാനിക് ആയിട്ടുള്ള നല്ല സ്ട്രോബെറി അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അതവർ വിൽക്കാനായിട്ട് ഫ്രണ്ടിൽ വെച്ചേക്കുന്നത്. പക്ഷേ അതിൻ്റെ തോട്ടവും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ അവസാനം നമുക്ക് ഇവിടെ നിന്നും സ്ട്രോബെറി പറിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരിത് വന്നപ്പോഴത്തേനും ലാസ്റ്റ് ചെന്നെത്തി നമ്മുടെ വട്ടവടയിലാണ് ഗെയ്സ്. അവിടെ ചെന്ന് പിന്നെ എന്താണ്, നമുക്ക് പറിക്കുകയോ ഇരിക്കുകയോ നിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്താലോ. അങ്ങനെ നമ്മുടെ വട്ടവടയിലെ വ്ളോഗും അടുത്തുടനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് കാണാം, നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ കാഴ്ചകൾ കാണാവേ. അപ്പോൾ ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലാത്ത പൂക്കളും ചെടികളും ഒക്കെ ആയിരുന്നേ. ഈ ചെടികളൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ പൂത്തു ആര് നിൽക്കണതാണ്, നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ പൂക്കോ, ഇതിനൊക്കെ ഭയങ്കര അഹങ്കാരമാണ്. ഇവിടെയൊക്കെ നമ്മളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ അവർക്ക് ക്ലൈമറ്റ് പറ്റൂല, അത് പറ്റൂല, ഇത് പറ്റൂല. പക്ഷേ അവിടെയൊക്കെ പൂത്ത് നിൽക്കുന്ന മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം കേട്ടോ. ഇവിടെ എന്താണ്, ഇത് സെയിലും ചെയ്യുന്നുണ്ട്. ഏത് ചെടി വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. പിന്നെ എന്താണ്, നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയാൽ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് ഇവർ പൂക്കുകയൊന്നുമില്ല, ഇവർ ഭയങ്കര റോളടിച്ച് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാനൊന്നുമില്ല. ഇതേ കിടക്കുക ഇടയ്ക്കിടയ്ക്ക് അവരെ കാണണമെന്ന് തോന്നുമ്പോൾ ഈ വീഡിയോ എടുത്ത് കണ്ടാൽ മതിയല്ലേ. എങ്ങനെയുണ്ട് ബുദ്ധി? ഇനി നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്രയോ ഏക്കറിൽ പരന്നു കിടക്കുന്ന പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് ഗീസ് ഈ ബോട്ടാണിക്കൽ ഗാർഡൻ. പിന്നെ എന്താണ്, ഇവിടേക്ക് പ്രവേശന ഫീസായിട്ട് അവർ വാങ്ങിക്കണേന്ന് വെച്ചാൽ എൻ്റെ കൈ പോയി. വലിയ ആൾക്കാർക്ക് 60 രൂപയും കുഞ്ഞു മക്കൾക്ക് 35 രൂപയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ കയറി കറങ്ങി അടിച്ച് നടക്കാം. പിന്നെ എന്താണ്, കറങ്ങി നടക്കാനാണെങ്കിൽ ഇവിടെ തോനെയുണ്ട്. അങ്ങ് മുകളിൽ നിന്ന് ഇങ്ങനെ താഴെ ഇറങ്ങി വന്ന് വീണ്ടും താഴെ നിന്ന് കറങ്ങി അങ്ങ് മുകളിൽ കയറാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ച് നടന്ന് ഇടയ്ക്കിടയ്ക്ക് നടന്ന് റെസ്റ്റ് എടുക്കാനും സ്ഥലമുണ്ട്. അങ്ങനെ വമ്പിച്ച പദ്ധതികളാണ് ഇവിടെ എന്താണ് നമ്മുടെ ഗവൺമെൻറ് ഒരുക്കിയിട്ടേക്കുന്നത്. ഇത് പിന്നെ അവിടെ ഉള്ളൊരു ടവറിൻ്റെ മണ്ടയിൽ കയറി ഇരുന്നിട്ട് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇപ്പോൾ പകൽ ഇത്ര ഭംഗിയാണെങ്കിൽ രാത്രിയിലത്തെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ലൈറ്റും കാര്യങ്ങളും ആയിട്ട് ഇതിൻ്റെ മണ്ടയിൽ നിന്ന് കാണുമ്പോൾ നിൻ്റെ പുഞ്ഞോ അപാര ഭംഗിയായിരിക്കും അല്ലേ. നമ്മൾ തിരിച്ച് വരണ വഴിക്ക് അങ്ങ് മലയുടെ മണ്ടയിൽ ഏതോ ഒരു റോഡിൽ വെച്ച് ഈ സംഭവം കണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ എൻ്റെ ലാസ്റ്റ് പിൻ ചെയ്ത് വെച്ചേക്കാവേ. സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ നമുക്കുള്ള സമയത്തിൻ്റെ കുറവ് കാരണം നമുക്ക് എന്താണ് വീണ്ടും ഇവിടെ ഒന്നും കൂടെ വന്ന് കാണാനായിട്ട് പറ്റൂലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലും പോകണമെങ്കിൽ നമുക്ക് രാത്രി പോവാം എന്നുള്ള പ്ലാനിങ്ങില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മൂന്നാറിൽ ചെന്നിട്ട് മിസ്സ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു സ്ഥലം പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ 5 മണിക്ക് ശേഷം പോകാനായിട്ട് നോക്കുക കേട്ടോ. നമ്മളെന്താണ് വ്യൂ പോയിന്റിലൊക്കെ പോയിട്ട് ലാസ്റ്റ് എന്താണ് നമുക്കിന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ് ഇത്. നമുക്കതുപോലെ തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഫിഷ് സ്പായും ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് വേണമെങ്കിൽ കാലിൽ ഫിഷിനെയൊക്കെ കൊണ്ട് മീനുകളെ കൊണ്ട് കൊത്തിക്കുകയൊക്കെ ചെയ്യാൻ കയറിയാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ അസുഖം വരുന്നത് കൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല ഗേസ്. പിന്നെ എൻ്റെ പടയാളികളും റിസ്ക് എടുക്കാനായിട്ട് നിന്നില്ല. പിന്നെ വീണ്ടും നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടേയിരുന്നു.
പിന്നെ കാല് വയ്യാത്തവരാണോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്ഥലം നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. കാരണം നിങ്ങൾക്ക് ഇരുന്ന് കാണാനായിട്ട് അവർ ഇഷ്ടംപോലെ സ്ഥലങ്ങളും ഇരിപ്പിടങ്ങളും അവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് നടന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇരിക്കണമെന്ന് തോന്നി അവിടെ ഇരിക്കാനോ നമുക്ക് കഴിക്കാനോ എല്ലാം അവരവിടെ അറേഞ്ച്മെൻറ്റ് അങ്ങനെയല്ലേ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു മക്കളെയും കൊണ്ട് പോകുമ്പോഴത്തേന് എന്താണ് ആ പൂക്കൾ കാണുമ്പോഴത്തേന് അവർക്കൊന്ന് പിടിക്കാനും ഒന്ന് പറിച്ചെടുക്കാനൊക്കെ തോന്നും. അതിൽ കുറ്റം പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമുക്ക് കണ്ടാലും അതൊക്കെ ഒന്നെന്താണ് പിച്ച് നോക്കാനൊക്കെ തോന്നും. പക്ഷേ എന്താണ് നമ്മൾ അനുവദിച്ച് കൊടുക്കരുത്. നമ്മൾ കൺട്രോൾ ചെയ്ത് പോകുന്നതാണെങ്കിൽ ഇല്ല നമ്മൾ അവരെയും കൊണ്ട് പോകണം. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും. ഇനി നമുക്ക് കുറച്ച് നേരം മ്യൂസിക്കിനോടൊപ്പം ഇങ്ങനെ വീഡിയോ കൊണ്ട് പോകാമേ.
മേളിൽ നിന്ന് വരാൻ നേരത്ത് നമുക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല ഏട്ടാ ഇവിടെ എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. നമ്മൾ സ്ട്രോബെറി തോട്ടവും തിരക്കി തിരക്കിയല്ലേ ഇവിടം വരെ എത്തിയത്. ഇവിടം വരെ എത്തിയിട്ടും കാണാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊരു ചേച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഏട്ടാ. സ്ട്രോബെറി ഗാർഡൻ ഇവിടെ ഉണ്ടോ? സ്ട്രോബെറി ഗാർഡൻ இருக்கா? கார்டன் ஆமாம். ஸ்ட்ராபெரி தோட்டம் ஒன்றும் இல்லையா? கீழே இருக்கா? പറഞ്ഞത് കേട്ടുകൊണ്ട് വീണ്ടും നമ്മൾ കീഴോട്ട് പൊക്കോണ്ടിരുന്നു. കീഴേയും താഴെയൊക്കെ വന്നിട്ട് നമ്മൾ സ്ട്രോബെറി തോട്ടമൊന്നും കണ്ടില്ല. പിന്നെ എന്താണ് അവിടെ ഓരോ ചെടികളുടെ മൂട്ടിൽ ഇങ്ങനെ സ്ട്രോബെറി നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നല്ല ചുവന്ന് കിടക്കുന്ന സ്ട്രോബെറികളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവസാനം അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുന്നതെന്ന് വെച്ചാൽ മറ്റേ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ പാർക്കുണ്ട്. നല്ല സൂപ്പർ പാർക്ക്. നമുക്ക് ഇഷ്ടംപോലെ സാധനമുണ്ട്. പക്ഷേ കൊച്ചുങ്ങൾക്ക് മാത്രമേ ഇതിലൊക്കെ കയറാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത് പോയി നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. ആമിറും ആദ്യമേ വന്ന് സ്ഥലം പിടിച്ചു. കേസ് എല്ലാത്തിലും കയറി അവൻ കളിക്കുന്നുണ്ട്. പക്ഷേ യേസു ആണെങ്കിൽ പേടിച്ച് വാപ്പച്ചിയുടെ കയ്യിൽ കയറിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നിൽ കയറ്റി അതിനെ ഷോർട്സിലിടാവേ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ താഴോട്ട് സ്ട്രോബെറി തോട്ടം അന്വേഷിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാ തോട്ടവും കണ്ട് സ്ട്രോബെറി തോട്ടം മാത്രം കണ്ടില്ല കേസ്. അതിൻ്റെ ഇടയിൽ കാട്ടുപോത്തുണ്ട്, പിന്നെ ചെമ്മരിയാടുണ്ട്. ചെമ്മരിയാടല്ല നമ്മൾ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവിടെ ഇടയ്ക്കിടയ്ക്ക് അവർ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിനെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും താഴോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അവരവിടെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അവിടെ കയറാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കയറിയിരിക്കാനായിട്ട് ചെയറുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ മറ്റേ വലിയവർക്കും പാർക്കല്ല എന്തൊക്കെയോ ഗെയിം കളിക്കാനുള്ള സംഭവമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ബോട്ടാണിക്കൽ ഗാർഡൻ വരുന്നത് ഗ്യാപ്പ് റോഡ് പോകുന്ന വഴിക്കാണ് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് മൂന്നാറിൽ തന്നെ ഒരുപാട് ബോട്ടാണിക്കൽ ഗാർഡൻസ് കാണുമായിരുന്നു. പക്ഷേ എന്താണ് ഇവിടെയാണ് നമുക്ക് വരാനുള്ള അവസരം കിട്ടുന്നത്. സ്ഥലം കേട്ടോ. വേറെ സ്ഥലങ്ങളിൽ
അപ്പം കേസ് അവസാനം നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതാ തിരിച്ച് കയറിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പം നല്ല ഒരു 4 മണിയൊക്കെ ആയായിരുന്നു. സൂര്യനൊക്കെ താന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, വെയിലൊന്നും ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ നേരെ കുന്നും കൂടെ ചുറ്റിയൊക്കെ ഇറങ്ങിയിട്ട് നേരെ ഫുഡ് വാങ്ങിച്ച് റൂമിലോട്ട് പോകണം, അതാണ് പരിപാടി. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഇട്ട വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയെന്ന് കാണണേ. അപ്പോൾ പിന്നെ നമ്മൾ കയറിയ സമയത്ത് അവിടെ സ്ട്രോബെറി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു പാക്കറ്റ് സ്ട്രോബെറിയൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടാണ് പിന്നെ നമ്മൾ റൂമിലോട്ട് പോയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വ്ളോഗിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ സംഭവം ഇതാണ് കേസ്, ഇതാണ് രാത്രിയുള്ള വ്യൂ കേട്ടോ. ഇത് നമ്മൾ എവിടേക്കോ പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് ഏതോ ഒരു റോഡിൽ വെച്ച് കണ്ടതാണ്. അപ്പോഴത്തേനും പെട്ടെന്ന് വണ്ടി നിർത്തിയ സമയത്താണ് മനസ്സിലായത് ഇത് നമ്മൾ രാവിലെ പോയ സ്ഥലമാണെന്ന്. അടിപൊളിയായിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ഇതേ കണക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ രാത്രിയല്ല ഒരു 5 മണിക്ക് ശേഷം പോകാനായിട്ട് നോക്കണേ. അപ്പം നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.